ആഗോള മാർക്കറ്റിൽ നിന്ന് 151 കോടി നേടി രജനി ചിത്രം കൂലി മുന്നേറുന്നു. ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണിത്. വിജയ് ലോകേഷ് ചിത്രം ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡാണ് ഇതോടെ കൂലി സ്വന്തം പേരിലാക്കിയത്. ലിയോ ഒക്കെ എപ്പോഴേ ഔട്ടായി. റെക്കോർഡ് തിരുത്തി രജനികാന്ത് ചിത്രം. നെഗറ്റീവ് റിവ്യൂസിനോടൊക്കെ പോകാൻ പറ. അതാണ് തലൈവരെ വീഴ്ത്താൻ കുറെ പാടുപെടും ഇനി. ആർക്കും തൊടാനാകാത്ത കളക്ഷനുമായി കൂലി കുതിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ കൂലി കത്തിയില്ല, പക്ഷേ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ തൂക്കി വാരിയിരിക്കുകയാണ് ചിത്രം. ഗംഭീര ബുക്കിംഗ്. സൂപ്പർ സ്റ്റാർ ഇപ്പോഴും രജനി തന്നെ. പവറായി തന്നെയാണ് കൂലി തിയേറ്ററുകളിൽ നിലനിൽക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലെത്തിയ ബിഗ് ബജറ്റ് ചിത്രം കൂലി എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെ ഇവിടെ ചെറുതായിട്ടൊക്കെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. പക്ഷേ കൂലി അതൊക്കെ കടത്തിവെട്ടി മുന്നേറുകയാണ്. ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രം വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. തമിഴ് സിനിമയുടെ ഇതുവരെയുള്ള ഓപ്പണിംഗ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് തന്നെയാണ് രജനിയുടെ വരവ്. തമിഴ് സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് കൂലി. നിർമ്മാതാക്കൾ തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത്. 100 കോടി 110 കോടിയൊന്നുമല്ല, 151 കോടി രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇതാ ചരിത്ര വിജയം തന്നെ. വിജയ് നായകനായ ലോകേഷ് കനകരാജ് ചിത്രം ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡാണ് കൂലി ഇതോടെ നിസ്സാരമായി തൂക്കിയെറിഞ്ഞത്. കൂലിയുടെ സ്വന്തം പേരിൽ ഇപ്പോൾ റെക്കോർഡുകളുടെ പെരുമഴ തന്നെ. 148 കോടി രൂപയായിരുന്നു ലിയോയുടെ ഓപ്പണിംഗ് കളക്ഷൻ. അതേസമയം കൂലി 76 കോടി ഗ്രോസ് കളക്ഷൻ ആദ്യ ദിനം നേടിയതായി കണക്കുകൾ പറയുന്നുണ്ട്. വിദേശ കളക്ഷനായും 75 കോടി ചിത്രം സ്വന്തമാക്കി. 65 കോടിയാണ് ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ. എന്തായാലും ബോക്സ് ഓഫീസിൽ ഓളമുണ്ടാക്കിയിരിക്കുകയാണ് കൂലി. വിദേശത്തും കൂലിക്ക് ഗംഭീര പ്രതികരണം ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ആദ്യ ദിനം ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. ചിത്രം രജനികാന്ത് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും ലോകേഷ് എന്ന സംവിധായകൻ ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയില്ലെന്നാണ് അഭിപ്രായങ്ങൾ. ആദ്യ ദിനത്തെ അപേക്ഷിച്ച് 2 ഇരട്ടിയാണ് നോർത്ത് ഇന്ത്യയിലെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ ദിവസം 91K ടിക്കറ്റുകളാണ് കൂലി വിറ്റതെങ്കിൽ രണ്ടാം ദിനം അത് 116K ആയി ഉയർന്നിട്ടുണ്ട്. നെഗറ്റീവ് റിവ്യൂ ആണ് ലഭിക്കുന്നതെങ്കിലും ആഗോള മാർക്കറ്റിൽ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 151 കോടിയാണ്. ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണ് കൂലി സ്വന്തമാക്കിയത്. അതേസമയം കേരളത്തിലെ ആദ്യ ദിന കളക്ഷന്റെ കാര്യത്തിൽ ലിയോയുടെ റെക്കോർഡ് തകർക്കാൻ കൂലിക്ക് സാധിച്ചില്ല. കേരളത്തിൽ നിന്ന് 9 കോടിക്ക് മുകളിലാണ് കൂലി ആദ്യ ദിനം നേടിയത്. എങ്കിൽ ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് 12 കോടി രൂപയായിരുന്നു. എന്നാൽ കർണാടകയിൽ കൂലി പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. 14 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. വിജയ് ചിത്രം ലിയോ 13 കോടിയാണ് കർണാടകയിൽ നിന്നും മാത്രം സ്വന്തമാക്കിയത്. ആഗോളതലത്തിലും വിദേശത്തും മികച്ച പ്രതികരണം നേടുമ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ചിത്രത്തിന് ചില മങ്ങൽ ഏറ്റിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും ഒട്ടും കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം ആരാധകർക്ക് ആവേശം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിലുണ്ട്. സംവിധായകൻ ലോകേഷ് കനകരാജിൽ വിശ്വാസമുള്ളവർ കൂലി എന്തായാലും കാണും. കാരണം ഇത് രജനികാന്തിന്റെ പടം തന്നെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.